beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. Guide you how to invest and double your money. അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ ഹെലനോസ് പാട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ടല്ലോ, ഭയങ്കര വിറ്റാണ്. എന്തോ സംഭവമുണ്ട്, എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പുള്ളിക്കാരിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇങ്ങനെ മൂത്ത് നിൽക്കുകയാണ്. ശരിക്കും ഹെലനോസ് പാട്ട ധന്യ രാജേഷോ എന്തോ അത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പ് നടത്തി പഴക്കം വന്ന ആൾക്കാരാണ്. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, പണം ഇരട്ടിപ്പുകാർക്ക് ദല്ലാളുമാരായി പ്രവർത്തിച്ച ഈ ഹെലനോസ് പാട്ടയെ പോലുള്ള ആളുകളെ പിടിക്കാറില്ല. അപ്പൊ തട്ടിപ്പാണല്ലേ, മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഒരു മടിയുമില്ലാതെ ഈ ഒരു തട്ടിപ്പ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനകത്ത് എന്തെങ്കിലും ഭാഗം ഉണ്ടായിരിക്കുന്നേ. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. തട്ടിപ്പിന് ഭാഗമാവുന്ന സമയത്ത് ഇവർക്ക് വലിയ എന്തോ ലാഭം ഇതിനകത്തുണ്ട്. ചിലപ്പോൾ ഇവരുടെയൊക്കെ ആൾക്കാർ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള ഓരോ പേരുകളിൽ തട്ടിപ്പ് നടത്തുന്നത് എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. ഭയങ്കര സേഫ് ആണെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. 100% ട്രസ്റ്റഡ് ആൻഡ് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ്. ഗോ ആൻഡ് DM ഹിം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഗവൺമെന്റ് സാറ്റിസ്ഫൈഡോ? അത് പുതിയൊരു സർട്ടിഫിക്കേഷൻ ആണ്. ഗവൺമെന്റിന് തൃപ്തി തോന്നിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഗവൺമെന്റിന് തൃപ്തി തോന്നി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ കിട്ടുമോ? എന്തൊക്കെയാണെങ്കിലും ബുദ്ധ രസമാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെയൊക്കെ ഫോളോ ചെയ്ത് ഇവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കൊക്കെ കൈയടിക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ചെയ്ത നമ്മൾ റിയാക്ട് ചെയ്ത എല്ലാ സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ഈ ധന്യയുടെ പങ്ക് ചെറുതൊന്നുമല്ല. ഇവരതിനകത്ത് പ്രതി ചേർത്ത് കഴിഞ്ഞാൽ കുറേയധികം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓവറായിട്ട് ഈ സദാചാരം ഇങ്ങോട്ട് വിളമ്പുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം തട്ടിപ്പുകാരാണെന്ന്. അതിനകത്ത് ഈ സാമ്പത്തിക തട്ടിപ്പ്, വളരെ ഭീകരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിന് കൂട്ടു നിന്നിട്ട് ഈ നാടകം കളിക്കാനായിട്ട് ചില്ലറ നാണമൊന്നും പോരാ. സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു. ഏതായാലും കൊള്ളാം, നല്ല ഒരു വരുമാന മാർഗം, നന്നായി വരും, നല്ല രസമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.